സാന്താക്ലോസിനെ കത്തിക്കാൻ പാടില്ല. ഇതിനകത്ത് 1600 കിലോ ഇരുമ്പ് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കണത് ഇതിപ്പോ 80 അടി. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ക്രിസ്മസ് പപ്പാഞ്ഞിനെ നമ്മൾ കത്തിക്കൂല. ഇല്ല, നമ്മള് പപ്പാഞ്ഞിനെ ഉണ്ടാക്കണം. പക്ഷെ ആൾക്കാര് മോതിരം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ഒരു ഇത്. അപ്പൊ നമ്മുടെ കൊച്ചിൻ കാർണിവലില് പാപ്പാഞ്ഞിനെ കത്തിക്കാൻ ന്യൂ ഇയറിന്റെ അന്ന് രാത്രി ക്രിസ്മസ് 31 രാത്രി കത്തിക്കാൻ നമ്മൾ ഇത്ര കാലം കാണാറുണ്ടത്. നമ്മൾ പലരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒറിജിനലും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ചേട്ടന്റെ പേര് ഷേബൽ ഡിസൂസ. ഫോട്ടോച്ചുകാരനാണോ? ബോൾഗാട്ടി, പൊന്നാരിമംഗലം. എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഇത് 5ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷമാണ്. ആദ്യം 40 അടി തുടങ്ങിയതാണ്. ഇപ്പൊ ഇത് 80 അടിയാണ്. 80 അടി സ്റ്റാൻഡ് അടക്കം 80 അടി. ഈ പ്രാവശ്യം പാപ്പാഞ്ഞി ചെറുതായിട്ട് ട്രോളോ കണ്ടു. അതല്ല, പണി നടക്കുന്നുള്ളൂ ശരിക്കും. അല്ല, ഇതിനകത്ത് അപ്പുറത്ത് കിടക്കണത് അത് സാന്താക്ലോസ് ആണ്. സാന്താക്ലോസിനെ കത്തിക്കാൻ പാടില്ല. പാപ്പാഞ്ഞി എന്ന് പറഞ്ഞ് മറ്റേ പാപ്പാഞ്ഞി നമ്മ ഈ പോട്ടുവച്ചിക്കാരുടെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷത്തെ എല്ലാ നമ്മുടെ കഷ്ടകാലങ്ങളും തീർന്ന് ഈ 31-ാം തീയതി തീർന്ന് ഒരു പുതിയ വർഷം വരാൻ നേരത്ത് പഴയതെല്ലാം കത്തിച്ച് കളഞ്ഞ് പുതുവർഷത്തിലേക്ക് വന്നതാണ് ഈ പോട്ടുവച്ചിക്കാരുടെയും അവർ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് വർഷങ്ങളായി തുടങ്ങിയിട്ട്. അത് ഫോട്ടോ വെച്ച് ബീച്ചിലാണ് കത്തിച്ച് വെച്ചത്. ബീച്ച് പോയതോടെ ഇപ്പൊ ഇത് പരേഡ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ തുടങ്ങി. അത് അന്ന് ഉണ്ടാക്കണത് മറ്റേ മരങ്ങൾ വെച്ചായിരുന്നു. അതൊരു 20 അടി 15 അടി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയത് 2018 ഉണ്ടാക്കിയത് ഒരു 40 അടി ആയിരുന്നു. പിന്നെ അത് 50 അടി ആക്കി, 60 ആക്കി, 65 ആക്കി. ഇതിപ്പോ 80 അടി. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു തലമുറ പിള്ളേര് മദ്യത്തിന്റെ ഇതിലേക്ക് പോണത് അതിന് ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ മദ്യനിരോധനത്തിന്റെ ഒരു ഇതിൽ കൂടി ഇതിനകത്ത് സന്ദേശം കൂടിയാണ് നമ്മൾ ഈ പപ്പാഞ്ഞിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പപ്പാഞ്ഞി വെറൈറ്റിയാണ്. ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടൂൺ രൂപത്തിലാണ്. ഒരു ആർക്കും ഒരു വിഷയമില്ലാത്ത രീതിയിലാണ് നമുക്ക് മോഡൽ ഉണ്ടാക്കുന്നത്. പേടിയുണ്ടല്ലേ? ഇല്ല, നമ്മള് പപ്പാഞ്ഞിനെ ഉണ്ടാക്കണം. പക്ഷെ ആൾക്കാര് മോതിരം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ഒരു ഇത് ചെയ്യില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ താടി വെക്കാണ്ട് കയറ്റി നോക്കി. അപ്പൊ ഒരു വിഷയമാക്കി അത്. പിന്നെ പക്ഷെ അത് പോട്ടുവച്ചിക്കാർക്ക് ഗുണപ്പെട്ട് ലോകം മുഴുവൻ അറിയും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. എന്തായാലും ഞാൻ ആദ്യം വിചാരിക്കുന്നത് ക്രിസ്മസ് പാപ്പാനെയാണ് കത്തിക്കുന്നതാണ്. അല്ല, ക്രിസ്മസ് പാപ്പാഞ്ഞിനെ നമ്മൾ കത്തിക്കൂല. ഇത് നമ്മുടെ കഴിഞ്ഞ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ ഈ കൊല്ലം കത്തിച്ച് കളഞ്ഞ് പുതിയൊരു ഉണർവിലേക്ക് വരുന്ന ഒരു സന്ദേശമാണ് ഇത് ഇതാക്കണം. എന്തായാലും പരേഡ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. 31-ാം തീയതി രാത്രി 12 മണിക്ക്. നമുക്ക് ഇതിപ്പോ ഞങ്ങള് 30-ാം തീയതിക്ക് ഒരു പൂർണ്ണ രൂപത്തിലാക്കി ഇറക്ഷൻ ചെയ്യും. മൊത്തത്തിൽ ഈ പോട്ടുവച്ചി എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ 25-ാം തീയതി ക്രിസ്മസ് മുതൽ ഒരു ന്യൂ ഇയർ. ഇവിടെ പോട്ടുവച്ചിക്കാർക്ക് നമ്മുടെ ക്രിസ്മസ് അങ്ങനെയുള്ള പരിപാടിയല്ല. അവർക്ക് 31-ാം തീയതിയാണ് അവരുടെ ഒരു ഉത്സവം. ഇവിടെ ആഘോഷം നടക്കുന്നത് ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞല്ല. പിന്നെ ബാക്കിയുള്ള 31-ാം തീയതി ആകണ വരെ ഇവർക്ക് ഭയങ്കര ആഘോഷങ്ങളാണ്. ഭയങ്കര രസമാക്കിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഇപ്പൊ ഭയങ്കര രസമാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. പക്ഷേ 30-31 ഇവിടെ നല്ല തിരക്കായിരിക്കും. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പറ്റുന്നവരൊക്കെ വരിക, വന്ന് കാണുക, അത്ര തന്നെ പറയാനുള്ളത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്റെ പൊന്നാരിമംഗലം എന്റെ വർക്ക്ഷോപ്പിലിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിന്റെ ഫ്രെയിം ഉണ്ട്. ഇതിനകത്ത് 1600 കിലോ ഇരുമ്പ് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ഇരുമ്പ് ട്യൂബുകളാണ്. ഇരുമ്പ് ട്യൂബ് വെച്ച് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ചാക്ക് വെച്ച് പൊതിഞ്ഞ് അതിന്റെ പുറത്ത് തുണി ഉടുപ്പിച്ചിട്ട് ലാസ്റ്റ് 31-ാം തീയതി ഒരു 3 മണിയാകുമ്പോൾ ഇതിനകത്ത് വൈക്കോല് കയറ്റും. രാത്രി 10 മണിയാകുമ്പോൾ ഇതിനകത്ത് ഓലപ്പടക്കം കയറ്റി 31-ാം തീയതി 12 മണിയാകുമ്പോൾ കത്തിക്കാനുള്ള പരിപാടി ഞങ്ങൾ അതുവരെ ഞങ്ങളുടെ ഇതാണ്. ഈ പ്രാവശ്യം ഞാനിത് സ്പോൺസറിങ് ആണ്. എന്ന് വെച്ചാൽ ഇത് സ്പോൺസറിങ് എടുക്കാനല്ല. അപ്പൊ ഇരുമ്പ് കാർണിവൽ കമ്മിറ്റിക്കാർ തന്ന് ഞാനിത് മെറ്റീരിയല് നമ്മൾക്ക് തന്നു. നമ്മൾ ഇത്ര 4 കൊല്ലം ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തോടെ നിർത്തിയതാണ് പ്രശ്നം കാരണം.
അപ്പൊ ഇത് ഒരു ഈ കൊല്ലം ആ നേരത്ത് പപ്പാഞ്ഞി എന്ന് മനസ്സിൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടനത് ഇപ്രാവശ്യം വിജയിച്ചാണ് ചെയ്തെടുക്കുന്നത് പറഞ്ഞു. പിന്നെ ഇതിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പണ്ട് വിചാരിച്ചത് ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടിയാണ്, അല്ല അറിയാത്തവർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്കാണ് പറഞ്ഞത്. ഇത് കാർമൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു 10-20 പേര് കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇവിടെ ഒരു പിരിവ് ഉണ്ട്, കാർമൽ കമ്മിറ്റി ക്ലബ് ഉണ്ട്. ആ ക്ലബ്ബുകാരാണ് ഇത് നടത്തുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രാവശ്യം 2 ചേരിയായി. കൊച്ചി കാർണിവൽ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത് പറഞ്ഞത് ഞാനിപ്പോഴാണ്. എനിക്കറിയില്ലായിരുന്നു, അറിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും നല്ലൊരു കാര്യമാണ്. ന്യൂ ഇയർ ആഘോഷത്തിന് ആളുകൾക്ക് ഒരു വേദി, ഒരു ഉണർവ്. അതായത് എത്ര മണി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 12 മണിക്ക്, ഈ പ്രാവശ്യം 4 മണി വരെ ഉണ്ടാവും. 4 മണി വരെ ഇവിടെ ഈ വെള്ളിയിൽ നല്ല പരിപാടി ആയിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോരായ്മകൾ ഈ പ്രാവശ്യം DJ ഒക്കെ ഉണ്ട്. 4 മണി വരെ DJ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോരായ്മ ഈ പ്രാവശ്യം അവര് ഭയങ്കര, പിന്നെ ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം. ഇപ്രാവശ്യം നമുക്ക് പൊളിക്കണം. ചേട്ടൻ എന്താ വേറെ എന്താ വർക്ക്? എനിക്ക് ഡ്രസ് വർക്ക്, ഞാൻ റൈസ് മില്ലിന്റെ വർക്കാണ്. മറ്റേ ഞാൻ ചെയ്യുന്ന ഡ്രസ് വർക്കാണ്. പൂജ റൈസിന് പണിയുണ്ട്, പവിഴൻ റൈസ് ഉണ്ട്, അങ്ങനെ വലിയ ഞാൻ ഒരു ഹെവി വർക്കാണ് ചെയ്യണത്. വർക്ക്ഷോപ്പ് ഉണ്ട്, ഗോഡ്സൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിന്റെ. ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ റൂഫ് ഫുള്ള് ഞാനാ ചെയ്തത്. അങ്ങനെ എന്തായാലും സന്തോഷം. ചേട്ടൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അറിയാത്ത കാര്യങ്ങളായിരുന്നു. എന്നോട് ഇത് ഇങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും ന്യൂ ഇയറിന് വരിക, സമാധാനപരമായിട്ട് ഒരു ന്യൂ ഇയർ ആഘോഷിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത 2024 അടിച്ചു പൊളിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇതാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.